ഇന്ന് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 3.5ൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് നമ്പേഴ്സ് ആസ് റാഷണൽ ഓർ ഇറാഷണൽ. അപ്പോൾ നമുക്കിവിടെ 6 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യണം. ഫൈൻഡ് ദി എക്സ്പ്ലിസിറ്റ് ഫ്രാക്ഷൻസ് ഇൻ കേസ് ദേ ആർ റാഷണൽ. അപ്പോൾ ഈ തന്നിരിക്കുന്നത് റാഷണൽ ആണെങ്കിൽ അതിൻ്റെ എക്സ്പ്ലിസിറ്റ് ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ വ്യക്തമായിട്ടുള്ള ഒരു ഫ്രാക്ഷൻ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രാക്ഷൻ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഫസ്റ്റ് വൺ ഈസ് റൂട്ട് 81. റൂട്ട് 81 എന്താണ് എന്ന് നമുക്കറിയാം അല്ലേ. റൂട്ട് 81 എന്താ, 9 ആണ് റൂട്ട് 81. ഇപ്പോൾ 9നെ നമുക്ക് എങ്ങനെ എഴുതാം, p/q ഫോമിൽ എഴുതാം. 9/1 എന്ന് എഴുതാം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സിൻസ് 9 ക്യാൻ ബി റിട്ടൺ ആസ് 9/1 ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ. ദെർഫോർ റൂട്ട് 81 ഈസ് റാഷണൽ. ഇത് റാഷണലാണ്. ഇതിൻ്റെ ഫ്രാക്ഷൻ നമുക്ക് 9/1 എന്ന് എഴുതാം. അടുത്തത് റൂട്ട് 12. റൂട്ട് 12നെ നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് 12 എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് 4 × 3 ആണ് 12 അല്ലേ. 4 × 3 ആണ് 12. റൂട്ട് 4 എന്ന് പറയുന്നത് എന്താ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് 4 × റൂട്ട് 3. റൂട്ട് 4 ഈസ് 2. അപ്പോൾ 2 റൂട്ട് 3 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ റൂട്ട് 12നെ നമുക്ക് 2 റൂട്ട് 3 എന്ന് നമുക്ക് എഴുതാം. നമുക്കറിയാം റൂട്ട് 3 ഒരു ഇറാഷണൽ നമ്പറാണ്. ഇതിൻ്റെ എന്താണ് റൂട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, റൂട്ട് 3 ഇറാഷണൽ ആയതുകൊണ്ട് റൂട്ട് 12ഉം ഇറാഷണലാണ്. അപ്പോൾ ഇത് ഇറാഷണൽ ആണെങ്കിൽ നമ്മൾ ഫ്രാക്ഷൻ എഴുതേണ്ട കാര്യമില്ല. അടുത്തത് 0.33333 റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 0.3 ബാർ എന്ന് എഴുതാം. ഓക്കെ, ഇതെന്താണ്, റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് റിപ്പീറ്റിംഗ് ഡെസിമലാണ്. അതുകൊണ്ട് ഇതെന്താണ്, റാഷണലാണ്. റാഷണൽ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫ്രാക്ഷൻ നമ്മൾ എഴുതണം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ ഫ്രാക്ഷൻ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്, റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്നതിൻ്റെത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ തന്നിരിക്കുന്നതിനെ നമ്മൾ എങ്ങനെ എടുക്കും, എക്സ് എന്നെടുക്കും. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0.333 എക്സെട്ര. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 0.3 ബാർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഒരു ഡിജിറ്റ് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ് ബൈ 10. ഓക്കെ, അപ്പോൾ ഇതെന്താവും, 10x ഈസ് ഈക്വൽ ടു, ഇവിടെ 10 കൊണ്ട് ചെയ്യുമ്പോൾ ഡെസിമൽ പോയിൻ്റ് റൈറ്റിലേക്ക് മൂവ് ആകും. അപ്പോൾ 3.333 അങ്ങനെ വരും. അതിനെ നമുക്ക് 3.3 ബാർ എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ നമുക്ക് 1 എന്നെടുക്കാം. ഇതിനെ 2 എന്നെടുക്കുന്നു. ഇനി നമ്മൾ 2വിൽ നിന്ന് 1 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ 2 - 1 ഈസ് ഈക്വൽ ടു, ആദ്യം LHSകളെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. 10x - x ഈസ് ഈക്വൽ ടു 3.3 ബാർ മൈനസ് 0.3 ബാർ. 10x - x ഈസ് 9x. 9x ഈസ് ഈക്വൽ ടു, ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ 3.3 ബാർ മൈനസ് 0.3 ബാർ ചെയ്താൽ നമുക്കിത് 0 ആവും, 3 എന്ന് കിട്ടും. 9x ഈസ് ഈക്വൽ ടു 3, x ഈസ് ഈക്വൽ ടു 3/9 ഈസ് ഈക്വൽ ടു 1/3. അപ്പോൾ 0.333 എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ 0.3 ബാർ എന്ന് പറയുന്നത് എന്താണ്, 1/3 ആണ്. ഇതിൻ്റെ റാഷണൽ നമ്പർ ഈസ് 1/3. ഓക്കെ, ഇനി അടുത്ത ഫോർത്ത് വൺ 0.12345 12345 12345. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് 12345 ആണ്. ഇതെന്താണ്, റിപ്പീറ്റിംഗ് ആണ്, നോൺ ടെർമിനേറ്റിംഗ് ആണ്, റിപ്പീറ്റിംഗ് ആണ്. അതുകൊണ്ട് ഇത് റാഷണൽ നമ്പറാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 0.12345 ബാർ എന്ന് എഴുതാം. ഈ എല്ലാ ഡിജിറ്റ്സുകളും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, അതായത് സ്റ്റോപ്പ് ആകുന്നില്ല, റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് റാഷണലാണ്. ഓക്കെ, ഇതിൻ്റെയും നമ്മൾ എന്തെഴുതണം, ഇതിൻ്റെയും ഫ്രാക്ഷൻ എഴുതണം. റാഷണൽ ആയതുകൊണ്ട് ഫ്രാക്ഷൻ എഴുതണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0.12345 ബാർ. ഇതിനെ നമ്മൾ 1 എന്ന് എടുക്കുന്നു. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്, ഇവിടെ
ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നു? 5 ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ നമ്മൾ 5 സീറോസ് ഉള്ള ഒരു നമ്പർ വെച്ച് നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ 1 എഴുതിയിട്ട് 5 സീറോസ്. ഈ നമ്പർ വെച്ച് നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? 1 lakh x ഇസ് ഇക്വൽ ടു അപ്പോൾ 5 ഡിജിറ്റ്സ് ഇങ്ങോട്ട് മൂവായി ഡെസിമൽ പോയിൻ്റ് ഇവിടെ പോകും. എന്ത് വരും? 1 2 3 4 5 പോയിൻ്റ് കഴിഞ്ഞ് എന്ത് വരും? ഇത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണ്, അതുകൊണ്ട് 1 2 3 4 5 ബാർ ഇങ്ങനെ കിട്ടും. ഇനി അടുത്തത് ഇതിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്റ്റ് ചെയ്യുന്നു. ഇതിനെ നമുക്ക് 2 എന്നെടുക്കാം. 2 മൈനസ് 1 ഇസ് ഇക്വൽ ടു 1 ലാക്കിൽ നിന്ന് എക്സ് സബ്ട്രാക്റ്റ് ചെയ്യുന്നു. ഓക്കെ, 1 lakh x മൈനസ് എക്സ് ഇസ് ഇക്വൽ ടു 1 2 3 4 5.1234 ബാർ മൈനസ് 0.1235 ബാർ. 2വിൽ നിന്ന് 1 ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 2വിൻ്റെ LHSകൾ എഴുതുക, പിന്നെ 2വിൻ്റെ RHSകൾ എഴുതുക. ഇതിപ്പോൾ എന്തായി? ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 99999 5 9കളുള്ളൊരു നമ്പർ കിട്ടും. എക്സ് ഇസ് ഇക്വൽ ടു, അതായത് 1 ലാക്കിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ വരുന്നത്? 99,999. എക്സ് ഇസ് ഇക്വൽ ടു, ഇവിടെ ഈ ബാർ വരുന്നത് ക്യാൻസലായി പോവും. ബാക്കി 1 2 3 4 5. എക്സ് ഇസ് ഇക്വൽ ടു 1 2 3 4 5 ബൈ 99999. ഇതിന് കോമൺ ഫാക്ടറായിട്ട് നമുക്ക് 3 ഉണ്ട്. അപ്പോൾ 3 കൊണ്ട് നമ്മളിതിനെ 2നെ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ എന്താവും? 3 3 3 3 3 എന്നാവും. ഇവിടെയോ 4 12നെ ചെയ്താൽ 4 വരും. 3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും. 4ൽ 3 1 ടൈം, 3 മൈനസ് 1 15 ആവും. 15ൽ 5 ടൈംസ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരെ 1 2 3 4 5 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ തന്ന നമ്പർ എന്താണ്? 4115 ഡിവൈഡഡ് ബൈ 33,333 ചെയ്യുമ്പോഴാണ് നമ്മുടെ 4th ക്വസ്റ്റ്യനായ 0.12345 ബാർ നമുക്ക് കിട്ടുക. അത് റാഷണലാണ്. ഇനി അടുത്തത് നോക്കിയേ, 1.0100100001 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കറക്റ്റായിട്ടല്ല അല്ലേ? ഫസ്റ്റ് 1ൽ 01 കഴിഞ്ഞിട്ട് ഒരു 0 എക്സ്ട്രാ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ഓരോ സീറോസ് എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം ഒരു 0 എക്സ്ട്രാ റിപ്പീറ്റ് ചെയ്തു, പിന്നെ വന്നപ്പോൾ 2 0 എക്സ്ട്രാ റിപ്പീറ്റ് ചെയ്തു, പിന്നെ 3 സീറോസ് എക്സ്ട്രാ റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്താണ്? സെയിം ഡിജിറ്റ്സ് അല്ല റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് റാഷണൽ അല്ല, ഇത് ഇറാഷണലാണ്. ഫിക്സ്ഡ് ആയിട്ടല്ല റിപ്പീറ്റ് ആകുന്നത്. അതുകൊണ്ട് ഇതെന്താണ്? നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിപ്പീറ്റിംഗ് ആണ്, ഇറാഷണലാണ്. ഇനി അടുത്തത് 23 പോയിൻറ്റ്, വലിയൊരു നമ്പറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഇതെന്താണ്? ഇത് ടെർമിനേറ്റിംഗ് ആണ്. ടെർമിനേറ്റിംഗ് ആയതുകൊണ്ട് ഇത് റാഷണലാണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് ഡിജിറ്റ്സ് ഒരു ഫിക്സ്ഡ് നമ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല എങ്കിൽ അതെന്താണ്? ഇറാഷണൽ ആയിരിക്കും. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം എക്സസൈസ് കാണാൻ ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ഇതിൻ്റെ ഇറാഷണൽ നമ്പറിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായി കണ്ട് മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ,
അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് റാഷണൽ ആണ് എന്ന് പറഞ്ഞു. റാഷണൽ ആണെങ്കിൽ റാഷണലാണ് ടെർമിനേറ്റിങ്ങും ആണ് എങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ സാധിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ഈ നമ്പറിൻ്റെ ഡെസിമൽ പോയിൻ്റ് കളഞ്ഞിട്ട് നമ്മൾ എഴുതുന്നു. അപ്പോൾ 23 ഡെസിമൽ പോയിൻ്റ് ഇല്ലാതെ 5605652239874790 ഡിവൈഡഡ് ബൈ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? 1 എഴുതിയിട്ട് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അത്രയും 0 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 സീറോസ് ആണുള്ളത്. അതുകൊണ്ട് നമുക്കിതിനെ അത്രയും 0 ഇടണ്ട, 10⁻21 എന്ന് നമുക്കിതിനെ എഴുതാം. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈഡ് ഫോമിൽ വേണമെങ്കിൽ എന്തെഴുതണം? 1 എഴുതിയിട്ട് 21 സീറോസ് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രാക്ഷൻ. ഓക്കെ, ഈ റാഷണൽ നമ്പറിൻ്റെ ഫ്രാക്ഷൻ ഇതാണ്. ഓക്കെ, അപ്പം ഫ്രാക്ഷനിൽ എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടെർമിനേറ്റിംഗ് ആണ് എങ്കിൽ എന്ത് ചെയ്യാം? ഞാൻ ഈ പറഞ്ഞ പോലെ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അത്രയും 0 ഉള്ള, അല്ലെങ്കിൽ അത് 10ൻ്റെ പവറായിട്ട് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാം. ഇനി റിപ്പീറ്റിംഗ് ആണെങ്കിൽ, ഈ നമുക്ക് തന്നിരിക്കുന്ന കിട്ടിയത് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള റാഷണൽ നമ്പർ ആണെങ്കിൽ ഇതിനെ എക്സ് ആയിട്ട് എടുക്കുക. എന്നിട്ട് എത്ര ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു അതിൻ്റെ പവർ വരുന്ന നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി ഇറാഷണൽ ആണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ വിടാം. ഇറാഷണൽ ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇറാഷണൽ ആണെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും, നോൺ റിപ്പീറ്റിങ്ങും ആയിരിക്കും. ഇനി റിപ്പീറ്റിംഗ് ആണെങ്കിൽ ഒരു ഫിക്സ്ഡ് ഡിജിറ്റ് ആയിരിക്കത്തില്ല റിപ്പീറ്റിംഗ് ആകുന്നത്. അങ്ങനെയുള്ളതൊക്കെ ഇറാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ 3rd ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 4th ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.